ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ സമയം ഇപ്പോൾ ഇവിടെ രാവിലെ 8 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എഴുന്നേറ്റിട്ടുള്ളൂ. നമ്മൾ ഇന്നലെ ഫാൻ ഷോന് പോയി. ഫാൻ ഷോ എന്ന് പറയാൻ പറ്റില്ല, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഇവിടെ ഫാൻ ഷോ ഒന്നും ഉണ്ടായിരുന്നില്ല കാനഡയിൽ. അപ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാത്രിയിലത്തെ ഷോ കണ്ട് നമ്മൾ കിടന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. അപ്പോൾ ഞാനിവിടെ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മൂവി റിവ്യൂസ് ഒന്നും പറയാറില്ല, പക്ഷേ എനിക്ക് കണ്ടിട്ട് എനിക്ക് കുറച്ച് പറയണം തോന്നിയ കുറച്ചൊരു കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു പറയാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ എംപുരാൻ മൂവി കണ്ടു. ആൻഡ് ത്രൂ ഔട്ട് ഒരു എൻ്റർടൈനർ ആയിട്ടുള്ള സിനിമ, സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നല്ലൊരു സിനിമ. എന്താ പറയുക, അതിനകത്തുള്ള മേക്കിംഗ് ആയിക്കോട്ടെ, അതിനകത്തുള്ള ഫ്രെയിംസ് ആയിക്കോട്ടെ, ടെക്നീഷ്യൻസിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എടുത്ത് ടോപ്പ് നോച്ച് ടെക്നീഷ്യൻസാണ് വർക്ക് ചെയ്തതെന്ന് നമുക്ക് ആ സ്ക്രീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നമുക്ക് എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് നമുക്ക് വേണ്ട ആ ഒരു ഫാസ്റ്റ് ഋതമായിട്ടുള്ള സംഭവം ആ കറക്റ്റ് ആ പടത്തിലെ സീൻസിനനുസരിച്ച് ജെല്ല് ചെയ്ത് പോകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറ്. പിന്നെ ഓരോ ക്യാരക്ടേഴ്സും എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ചിലവരൊക്കെ ചില സമയം ചില സിനിമകളിൽ നമുക്ക് തോന്നും ഇവർ ഇച്ചിരി ഓവറല്ലേ എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഓരോ ആക്ടറും എന്താണോ കൊടുക്കേണ്ടത് അത് കറക്റ്റായിട്ട് പറഞ്ഞ് ജയിച്ചേക്കുന്നത് നമുക്ക് ഫേസിൽ അവരെ ഫീൽ ചെയ്യാൻ പറ്റും. ഒരാളെ പോലും നമുക്ക് അതിൻ്റെ പേരെടുത്ത് പറയാൻ പറ്റില്ല അവരിങ്ങനെ ചെയ്തു അവരങ്ങനെ ചെയ്തു എന്നുള്ളത്. പക്ഷേ നമ്മൾ കാണാൻ ആഗ്രഹിച്ച എല്ലാ എലമെൻസും ഉള്ളൊരു സിനിമ. ആൻഡ് അതിനകത്ത് എന്താ പറയുക, മോഹൻലാലിൻ്റെ കാര്യം പറയുമ്പോൾ വെച്ചാൽ, ഇപ്പോൾ ഡൈ ഹാർട്ട് ലാലേട്ടൻ ഫാനായ നമുക്ക് വരെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് തരം നമുക്ക് ഗൂസ് ബംസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓരോ സീൻ കാണലും. അത്രയും ചെയ്തു വെച്ചേക്കുന്നു. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ ആയാലും ലൈക്ക് ദ ബെസ്റ്റ്. എന്നുവെച്ചാൽ ഒരു ഹോളിവുഡ് മൂവി കാണുന്ന പോലെയാണ് നമുക്ക് അതിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതും, അഭിനയിക്കുന്നവരുടെ സെലക്ഷൻ ആയാലും, ഫ്രെയിം ആയാലും, ലൊക്കേഷൻ ആയാലും. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. സോ എല്ലാവരും ഇത് കാണുക. എനിക്ക് ഇതിനകത്ത് 2 കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ട്, കുറേ പേര് ഇങ്ങനെ അതിലത്തെ നല്ല നല്ല സീൻസൊക്കെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമല്ലോ, ജസ്റ്റ് സ്റ്റാറ്റസ് എടുക്കാനായിട്ടൊക്കെ ആൾക്കാർ ഒരു 10 സെക്കൻഡ്സ് വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതധികം പബ്ലിഷ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ആൾക്കാർ അവിടെ പോയി കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പം ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനായാലും, അല്ലെങ്കിൽ പോയിട്ട് നമ്മൾ ടോവിനോനെ കാണുന്ന സീനാണെങ്കിലും, പൃഥ്വിരാജ് വരുന്ന സീനാണെങ്കിലും, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ ഫീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് പോയി ചുമ്മാ സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് കുറച്ച് പേര് വന്നിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ദയവ് ഇത് ചെയ്യാതിരിക്കുക. കാരണം കാണുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് കിട്ടണമല്ലോ. അപ്പോൾ എല്ലാവർക്കും അത് കൊടുക്കണമല്ലോ. മാസ സീനുകളൊക്കെ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് ഇൻസ്റ്റയിൽ BGM മറക്കാതിരിക്കുക. നമ്മൾ പേര് എഴുതി കാണിക്കുന്നത് ഇടുന്നതും അതുപോലെ തന്നെ ബാക്കി സീൻസ് എന്നൊക്കെ എടുക്കുന്നത് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ ഒരു കാര്യം തോന്നി. പിന്നത്തെ കാര്യം, വേറൊരു കാര്യം, ഞാൻ വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ അതായിരുന്നു. ഞാനങ്ങനെ റിവ്യൂസ് ഒന്നും ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഇടാറില്ല. പക്ഷേ ഞാൻ ഇന്നലെ വന്നപ്പോൾ ചുമ്മാ എനിക്കറിയാം കുറച്ച് പേര് റിവ്യൂ ചെയ്യാനിരിക്കുന്ന ആൾക്കാരെ നമുക്കറിയാലോ, ഫേമസ് റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ. അപ്പോൾ ഞാൻ അങ്ങനെ 1-2 പേര് പേജൊക്കെ എടുത്ത് നോക്കിയപ്പം ചിലവരൊക്കെ ഇരുന്ന് ഒരു സിനിമേനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയില്ല ആൾക്കാർ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്. അതായത് എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തില്ല എന്നൊരു വിഭാഗം റിവ്യൂ ഞാൻ കണ്ടു. എന്താണ് എക്സ്പെക്റ്റ് ചെയ്തത് എനിക്ക് മനസ്സിലാവണില്ല. കുറേ ഇതിനകത്ത് ഇനി പൊട്ടി മുളച്ച് വരാവുന്ന നാട്ടിലുള്ള എല്ലാ നടന്മാരും ഇതിനകത്തേക്ക് ഇട്ടിട്ടുള്ള ഒരു ഇതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു റിവ്യൂ കണ്ടു. ഒരു മ്യൂസിക് പോരാ. അപ്പം അനിരുദ്ധൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അനിരുദ്ധ് ചെയ്യുന്ന എല്ലാ മ്യൂസിക്കും അനിരുദ്ധിൻ്റെ സ്റ്റൈൽ ഓഫ് മ്യൂസിക്കാണ്. അതേ ഗൂസ് ബംസും അതേ എന്താ പറയുക ഇമ്പാക്റ്റും ഒരു മൂവിക്ക് വേറൊരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഒരു മ്യൂസിക് ഡയറക്ടറിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു ഹിം. അല്ല, നമ്മളത് അതിനൊക്കെ കയറി കമൻറ്റ് പറയുന്നു. പിന്നെന്തോ ഏതൊരു പൊട്ട പാട്ടാണ് കൊണ്ടുവച്ചിരുന്നത്, പൊട്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫേക്ക് ഇൻഫർമേഷൻ എന്തിനു കൊടുക്കുന്നു എന്നുള്ളത്. കാരണം ഇത് കാണുന്ന, ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യമല്ല പറയാം, എൻ്റെ കൂടെ ഇരുന്ന് കണ്ട, ഇന്നലെ ഇപ്പം നമ്മൾ കാനഡയിലെ മോൺട്രിയലിൽ തിയേറ്ററിൽ ഇരുന്ന് കണ്ട എല്ലാ മനുഷ്യക്കുഞ്ഞും എങ്ങനെയാണ് ആ മൂവീനെ നമ്മളൊന്നും നോക്കൂല, അപ്പുറം പോകും. ഓക്കെ, എങ്ങനെയുണ്ട് ആൾക്കാരുടെ എക്സ്പ്രഷൻ, നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കണ്ടിറങ്ങിയ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചാലും എല്ലാവർക്കും പറയാനുള്ളത് ദ ബെസ്റ്റ്, സൂപ്പർ എന്നാണ്. പിന്നെ ഈ റിവ്യൂവേഴ്സ് മാത്രം സീൻ എടുത്ത് ആദ്യത്തെ ഷോട്ട്, രണ്ടാമത്തെ ഷോട്ട്, എൻ്റെ പൊന്നോ ഇരുന്നങ്ങ് ചുമ്മാ പറയാം. നമ്മൾ പറയുന്നതിൻ്റെ റീസൺ, ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എപ്പിക് സംഭവം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഹൈറ്റിലെത്തി നിൽക്കുകയാണത്. വേൾഡ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ കാണാൻ മുമ്പിലാണെങ്കിലും ഈ മൂവിയാണോ കണ്ടേ ചോദിക്കുന്ന നോൺ മലയാളി ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ട്. അതുപോലെ നമ്മുടെ മലയാള സിനിമ കാണുന്ന ഈവൻ വേറെ രാജ്യക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നൊരു കൊച്ച്, അവർ സ്ലോവാക്കിയാണ്, പക്ഷെ അവരുടെ ഗ്രാൻഡ് മദർ മലയാളം സിനിമ കാണുന്നതാണ് ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള അത്രയും ആൾക്കാർ വരെ അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മൂവി
അത് അതിൻ്റെ പെർഫെക്ഷനിൽ നിൽക്കുകയാണ്. ഇനി അതിനകത്ത് ഒരു കണിക അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറയുന്നത്. സാധാരണ പ്രേക്ഷക എന്നുള്ള നിലയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ നമുക്ക് ഭയങ്കര മൂവി റിവ്യൂ എക്സ്പീരിയൻസും നമ്മൾ പൂനെയിൽ നിന്നും സിനിമാറ്റോഗ്രഫി പഠിച്ചിട്ടൊന്നും ആയിരിക്കില്ല ഇറങ്ങിയേക്കണം. ബട്ട് സ്റ്റിൽ ചുമ്മാ ഇരുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കണ്ട ഫേക്ക് റിവ്യൂസും നിങ്ങൾ പോയി കാണുക. ഇപ്പം ഇതിന് നാട്ടിൽ എടുക്കുന്ന ടിക്കറ്റ് എത്ര 180, ഐമാക്സിൽ പോയി കണ്ട് കാശ് കളണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനുള്ള ടിക്കറ്റ് എടുത്ത് നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ പറയൂ ആൾക്കാർക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത്. അല്ലാതെ ഡോണ്ട് ലിസൺ ടു ദീസ് റിവ്യൂവേഴ്സാണ് എനിക്ക് പറയാനുള്ളത്. സൂപ്പറാണ്. എന്താ പറയുക, എനിക്ക് കണ്ടിട്ട് അത്രയും സന്തോഷവും എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ, ദൈവം ഇത്രയും നല്ല കഴിവുള്ള ആക്ടേഴ്സ് നമുക്കുണ്ട്, ഇത്രയും നല്ല ടെക്നീഷ്യൻസ് നമുക്കുണ്ട്, എല്ലാവർക്കും അതിൻ്റെതായുള്ള എന്താ പറയുക ആ ഒരു ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവം കൊടുക്കട്ടെ എന്ന് പറയാം. അപ്പോൾ അവർ ഇനിയും വേണം, നമുക്ക് ഇനിയും സ്ക്രീനിൽ കാണണം, ഇനിയും മോഹൻലാൽ നമുക്ക് സ്ക്രീനിൽ കാണണം, ഇനിയും നമുക്ക് ഓളിയിടണം, നമുക്കത് കാണാം, നമുക്ക് ഗൂസ് ബംസ്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. സോറി ഇടയിൽ കട്ടായി പോയി. പക്ഷെ അപ്പം നിങ്ങൾ പോയി കാണുന്ന തിയേറ്ററിൽ എന്തായാലും ഇഷ്ടവും. ദ ബെസ്റ്റ് മൂവിയാണ്. എനിക്കിതിനകത്ത് ഒരു ഏറ്റലോ കുറച്ചിലോ ഇതെങ്ങനെ ചെയ്ത് അങ്ങനെ ഒന്നും നമുക്ക് തോന്നില്ല. നമുക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന, മോഹൻലാൽ എന്നുള്ള നടനെ ഇഷ്ടപ്പെടുന്ന, പോട്ടെ ഒരു ഡൈ ഹാർട്ട് ഫാൻ ആയിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിൽ പോലും നിങ്ങൾ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇഷ്ടപ്പെടാനുള്ള എല്ലാ എലമെൻസും ഉണ്ട്. ഡു വിസിറ്റിൻ്റെ തിയേറ്റേഴ്സ്. ഇത് തിയേറ്ററിൽ തന്നെ കാണണം. OTT ഒന്നും കണ്ട് എനിക്ക് അറിയില്ല എത്രത്തോളം നമുക്ക് ആ ഒരു പിന്നെ കാണാം. 2-3 തവണ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് OTT കാണാം. കിട്ടുന്ന തിയേറ്റേഴ്സിൽ നമുക്ക് പറ്റുന്ന ബഡ്ജറ്റിലുള്ള സീറ്റ്സ് വാങ്ങി നമുക്കിത് കാണേണ്ടതാണ്. സോ എല്ലാവരും പോയി കാണാം. ഇറ്റ്സ് വണ്ടർഫുൾ മൂവി ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദ ടീം. സൂപ്പർ മൂവിയാണ്. എല്ലാവർക്കും എന്താ പറയുക, നമുക്ക് അത്രയും സന്തോഷം തരുന്നൊരു സിനിമയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടനെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ആ കണ്ണിലും നോക്കിലും നിപ്പിലും ചിരിയിലും ആ ചെരിഞ്ഞുള്ള നിപ്പിലൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റാണ്. സോ എല്ലാവരും ഡു വാച്ച് മൂവീസ്. എമ്പുരാന് സൂപ്പറായിട്ടുള്ള മൂവിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാമായിരിക്കും. ബൈ ബൈ.